ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചിയിൽ ഭൂചലനമുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ഭൗമശാസ്ത്ര പഠനം നടത്തണമെന്ന് പാണഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി. തുടർചലനത്തിന്റെ കാരണം കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും ആവശ്യം. പാലപ്പിള്ളി ജനവാസ മേഖലയിൽ ഭീതി പരത്തി കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. ശാന്ത സ്വഭാവമുള്ള ഏഴാറ്റുമുഖം ഗണപതി പാലപ്പിള്ളിയിലെത്തിയപ്പോൾ ആക്രമണ പ്രവണത കാണിക്കുന്നതായി നാട്ടുകാർ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു. ശ്രീകോവിൽ കുത്തി തുറക്കാനും ശ്രമം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഭരണകക്ഷിയായ LDF-ന് തലവേദനയാകുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ BJP-ക്ക് ലഭിച്ചതിൽ LDF-ൽ ആശയക്കുഴപ്പം. കാഞ്ഞിരക്കോട് മിനി നഗറിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. പീച്ചിയിൽ ഭൂചലനമുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ഭൗമശാസ്ത്ര പഠനം നടത്തണമെന്നും തുടർചലനത്തിന്റെ കാരണം കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും പാണഞ്ചേരി പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വീടുകളിൽ വിള്ളൽ വീണവരോട് നഷ്ടപരിഹാരത്തിനായി വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം 3 വീടുകൾക്കാണ് വിള്ളൽ വീണത് എന്നാണ് കരുതിയിരുന്നത്. എങ്കിലും പിന്നീട് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിൽ കൂടുതൽ വീടുകൾക്ക് കേടുപാടുകൾ കണ്ടെത്തുകയായിരുന്നു. തഹസിൽദാർ സനലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജോളി ജോർജ്, വിനോദ് തേനംപറമ്പിൽ, സീന വർഗീസ്, KPCC സെക്രട്ടറി ഷാജി കോടകണ്ടത്ത്, പൊതുപ്രവർത്തകരായ ഷാജി പീച്ചി, ഷിബു പോൾ, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. പാലപ്പിള്ളി ജനവാസ മേഖലയിൽ ഭീതി പരത്തി കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. മുൻപ് കാട്ടാന ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭാഗത്താണ് കൊമ്പൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുണ്ടായി ചക്കിപ്പറമ്പ് പ്രദേശത്തെ വീടുകൾക്ക് പരിസരത്തിറങ്ങിയ ആനയെ പടക്കം പൊട്ടിച്ചകറ്റിയെങ്കിലും തിരിച്ചു വന്നതായി നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി 3 ദിവസമാണ് ഏഴാറ്റുമുഖം ഗണപതി ചക്കിപ്പറമ്പ് മലമ്പതി പ്രദേശത്ത് ഭീതി പരത്തിയത്. ചൊവ്വാഴ്ച രാവിലെ എലിക്കോട് ആദിവാസി ഉന്നതിയിലേക്കുള്ള റോഡിൽ ഇതേ ആന ഇറങ്ങിയിരുന്നു. ഇതോടെ തൊഴിലാളികൾക്ക് പണിക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞിരുന്ന ശാന്ത സ്വഭാവമുള്ള ഏഴാറ്റുമുഖം ഗണപതി കുറച്ചു ദിവസം മുൻപാണ് പാലപ്പിള്ളിയിലെത്തിയത്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവിടെയുള്ള ആനകളെ കാടുകയറ്റിയിരുന്നു. ഇതേ തുടർന്നാണ് ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള നിരവധി ആനകൾ പാലപ്പിള്ളിയിലെത്തിയത്. RRT സംഘങ്ങൾ കാടുകയറ്റിയ ഏഴാറ്റുമുഖം ഗണപതി പാലപ്പിള്ളിയിലെത്തിയപ്പോൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ കൂടുതൽ RRT സംഘത്തെ നിയോഗിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം പാലപ്പിള്ളിയിൽ ഏഴാറ്റുമുഖം ഗണപതി എത്തിയിട്ടില്ലെന്നാണ് വനപാലകർ പറയുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഉപദേവത ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന തൂക്കുവിളക്കുകളും പാത്രങ്ങളും നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികളും ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത്. പ്രധാന ശ്രീകോവിൽ കുത്തി തുറക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയും ജീവനക്കാരുമാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമ്മളിന്ന് രാവിലെ പുലർച്ചെ ഒരു 4:30-5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രം തുറക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊന്നും കാണാതായത്. അപ്പം പരിശോധിച്ച സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മുടെ ഇവിടുത്തെ ഉപദേവ ക്ഷേത്രങ്ങൾ എല്ലാത്തിൽ നിന്നും വിളക്കുകളും അതുപോലെ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ, ഓട്ടുപാത്രങ്ങൾ, അങ്ങനെ ഏകദേശം 2 ലക്ഷത്തിൽ പരം സാധനങ്ങൾ നമ്മളിന്ന് കളവ് പോയിട്ടുണ്ട്. വിളക്കുകളാണ് കൂടുതലും പോയിക്കൊണ്ട് തൂക്കുവിളക്കുകൾ, ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റിട്ടിരുന്ന വലിയ വലിയ തൂക്കുവിളകളെല്ലാം തന്നെ കളവ് പോയിട്ടുണ്ട്. അതേപോലെ പാത്രങ്ങൾ, നിത്യേന ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൈകുന്നേരം നമ്മൾ കമത്തി വയ്ക്കാനുള്ള പതിവ്. ആ പാത്രങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് കളവ് പോയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 5 മണിയോടെ നമ്മളിത് അറിയാൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഭരണകക്ഷിയായ LDF-ന് തലവേദനയായി മാറുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ BJP-ക്ക് എങ്ങനെ ലഭിച്ചു എന്നതാണ് LDF-നെ കുഴയ്ക്കുന്നത്.
നഗരസഭയിലെ 1-ാം നമ്പർ CDSൽ ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിംഗിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ആരോപിച്ചാണ് പ്രതിപക്ഷമായ BJP രംഗത്ത് വന്നിട്ടുള്ളത്. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക വായ്പ, പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ തുടങ്ങി വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിക്കുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭാ കുടുംബശ്രീയുടെ തനതു ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നും BJP ആരോപിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഭരണപക്ഷ പാളയത്തിൽ നിന്നാണ് ചോർന്നതെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. നഗരസഭാ ഭരണസമിതിക്കുള്ളിലോ കുടുംബശ്രീയിലോ ഉള്ള പടലപ്പിണക്കങ്ങളാണ് ഇത്തരമൊരു പ്രശ്നത്തിനിടയാക്കിയതെന്ന സംശയം ഉടലെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണസമിതി പുതിയൊരു രാഷ്ട്രീയ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുറപ്പാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കാഞ്ഞിരക്കോട് മിനി നഗറിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്വിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും കളിക്കാനായി പുറത്തിറങ്ങിയ ക്രിസ്വിന് നേരെ റോഡിലുണ്ടായിരുന്ന തെരുവുനായ്ക്കൾ കൂട്ടമായി പാഞ്ഞെടുക്കുകയായിരുന്നു. ഭയന്ന കുട്ടി സമീപമുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. പ്രദേശത്തെ തെരുവുനായ്ക്കളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. മനക്കുടിയിൽ തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. മനക്കുടി സ്റ്റുഡൻസ് റോഡിൽ താമസിക്കുന്ന കിഴക്കൂട്ട് പ്രകാശന്റെ മകൾ ആവണിക്കാണ് കൈക്കും കാലിനും കടിയേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് വീടിന്റെ മുൻവശത്തിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. ആവണിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും തെരുവുനായ രക്ഷപ്പെട്ടു. ആവണിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. അടുത്ത വീട്ടിലെ വളർത്തുനായയെയും തെരുവുനായ കടിച്ചുകൊന്നു. ചെറുതുരുത്തി താജ് ജ്വല്ലറിയിൽ നിന്ന് 85,000 രൂപ വിലമതിക്കുന്ന സ്വർണ്ണമോതിരം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന വ്യക്തിക്കെതിരായാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജ്വല്ലറി ഉടമ വടക്കാഞ്ചേരി നടുത്തറ സ്വദേശിയായ സേവ്യർ നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ജ്വല്ലറിയിലെത്തിയ അജ്ഞാതൻ 6 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരം കവരുകയായിരുന്നു. കോർപ്പറേറ്റ് ഓൺലൈൻ ടാക്സി ആപ്പുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധ യോഗം നടത്തി. ഷിബിൻ റോയ്, TM ഹുസൈൻ, VS ഷനീഷ്, KA അസ്ലം, MA അജേഷ്, KS വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ചേർപ്പ് പാലക്കൽ സെന്ററിൽ റോഡ് പണി നടത്തുന്ന സ്ഥലത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിലായി. കരുവന്നൂർ സ്വദേശി കൊച്ചാത്ത് വീട്ടിൽ സോഹിൻ, കോഴിക്കോട് തോടന്നൂർ സ്വദേശി നിധിലാലയം വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകിട്ട് പാലക്കൽ സെന്ററിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് ഹരിദാസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതാണ് കേസ്. വടക്കേക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പുനേർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. വൈദ്യപരിശോധനയ്ക്കായി വടക്കേക്കാട് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു സംഭവം.
സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ കുറ്റകൃത്യം ആവർത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവതിയിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. പുല്ലഴി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ സുബിനെയാണ് വിയ്യൂർ പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. യുവതിയെ ഫോൺ മുഖേന പരിചയപ്പെട്ട പ്രതി തനിക്ക് ക്ഷേത്രമുണ്ടെന്നും പൂജയിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നും വിവാഹം കഴിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ KM മഹേഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ AV സജീവ്, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ഭദ്രൻ, അനുപമ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം താലൂക്ക് ആശുപത്രി ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിലിന്റെ പല ഭാഗങ്ങളും തകർന്ന് കല്ലുകൾ താഴെ വീണ് കിടക്കുകയാണ്. മതിലിനോട് ചേർന്ന് ആംബുലൻസ് പാർക്കിംഗും ഓട്ടോറിക്ഷ പാർക്കിംഗും പ്രവർത്തിക്കുന്നുണ്ട്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. ചുമടിറക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൊഴിലാളി മരിച്ചു. പൈങ്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന മഠത്തിൽ തൊടി വീട്ടിൽ 58 വയസ്സുള്ള കുമാരനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് സിമന്റ് ഇറക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോലഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കോലഴി മണ്ഡലം പ്രസിഡന്റ് ജിസോ ലോനപ്പൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, ഹരി നമ്പലാട്ട്, സന്തോഷ് കോലഴി, PA ലോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ദേവാലയം നിർമ്മിക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവു പറഞ്ഞു. ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 8 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീടുകളുടെ താക്കോൽ വിതരണം മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. സാന്ത്വന സ്പർശം അവാർഡ് കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന് സമ്മാനിച്ചു. AC മൊയ്തീൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുഷാര സുധീഷ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികം ചേറ്റുവ ഫിഷ് ലാൻഡിംഗ് സെന്റർ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഹാർബർ പരിസരത്ത് നടന്ന പ്രകടനവും പൊതുയോഗവും യൂണിയൻ പ്രസിഡന്റ് KH സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി PP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KS തിലകൻ, KM പ്രമോദ്, NR ഗിരീഷ് എന്നിവർ സംസാരിച്ചു. CPM എരുമപ്പെട്ടി മുരിങ്ങത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS ദിനം ആചരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. MC വേലായുധൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ OS മനോജ്, സ്വപ്ന പ്രദീപ്, NP അജയൻ, KM സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റി VS അനുസ്മരണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം MV മുകേഷ് അധ്യക്ഷനായി. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് VD പ്രേംപ്രസാദ്, നേതാക്കളായ PR വർഗീസ്, KK അനിൽ, NA പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതിയെ തൊട്ടറിയുക എന്ന സന്ദേശമുയർത്തി ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി, വട്ടായി, വെള്ളച്ചാട്ടം, ചെപ്പാറ എന്നിവിടങ്ങളിലാണ് ഇടം അംഗങ്ങൾ സന്ദർശനം നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 82 പേർ പങ്കെടുത്തു. സംഘാടക കമ്മിറ്റി ചെയർമാൻ PT സുശാന്ത്, കൺവീനർ ഷീജ റിനി, ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി, KA ഫരീദ് അലി, ഉഷാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം നാളുകളായി വെള്ളം കെട്ടിനിന്നതിനാൽ ടാർ റോഡ് തകർന്നു. ഇരുചക്രവാഹനങ്ങളിൽ വരുന്നവർ റോഡിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികളിൽ വീണ് അപകടങ്ങളും പതിവായി. പരാതിയെ തുടർന്ന് മെറ്റലിട്ട് കുഴി അടച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴികളിൽ നിന്നുള്ള കല്ലുകൾ ദൂരേക്ക് തെറിച്ച് കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും സ്ഥിരം സംഭവമായിട്ടുണ്ട്.
സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലന ക്ലാസിന് തുടക്കമായി. സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ച് സംഘടിപ്പിക്കുന്ന 10 വർഷം കാലയളവുള്ള സ്വാധ്യായ സിവിൽ പരിശീലന പദ്ധതിയുടെ പുതിയ ബാച്ചിന് തുടക്കമായി. കായിക യുവജന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS ഓൺലൈൻ മുഖേന ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മനോജ് ദത്തൻ, ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ, ബി ബൽറാം, MG സജു, VS അഭിരാമി എന്നിവർ സംസാരിച്ചു. 6718 കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ 132 കുട്ടികളെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. നിലവിൽ 18 സീറ്റുകൾ ബാക്കിയുള്ളതിനാൽ ഒരു തവണ കൂടെ എൻട്രൻസ് പരീക്ഷ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. മുട്ടിച്ചൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. വീഡിയോ പ്രദർശനം, പതിപ്പ് പ്രകാശനം, ചാന്ദ്രയാൻ മോഡൽ നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സർജു ജെബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ബൈജു ജോർജ് അധ്യക്ഷത വഹിച്ചു. ലോകകപ്പിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന നാണയങ്ങൾ ശേഖരിക്കുന്നതിൽ ആവേശഭരിതനാണ് തളിക്കുളം സ്വദേശി ജിൻസ്. 1978 അർജന്റീന ലോകകപ്പ് മുതൽ ഖത്തർ ലോകകപ്പ് വരെയുള്ള നാണയങ്ങൾ ഫുട്ബോൾ പ്രേമിയായ ജിൻസിന്റെ ശേഖരത്തിലുണ്ട്. 1991 മുതലാണ് ജിൻസ് നാണയശേഖരത്തിലേക്ക് തിരിയുന്നത്. അടുത്ത ബന്ധുവിന്റെ നാണയശേഖരത്തിൽ ആകൃഷ്ടനായാണ് ഈ മേഖലയിലെ തുടക്കം. തൃശൂർ ഫിലാറ്റലിക് ക്ലബ്ബിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. ക്ലബ് അംഗങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്ന നാണയങ്ങൾ വാങ്ങി ശേഖരിച്ചാണ് തുടക്കമിട്ടത്. 5000-ൽ പരം നാണയങ്ങൾ 35 വർഷം കൊണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞതായി ജിൻസ് പറഞ്ഞു. 91 മുതലാണ് കളക്ഷൻ തുടങ്ങുന്നത്. ആദ്യം പല രാജ്യങ്ങളുടെ നാണയങ്ങൾ കളക്ട് തുടങ്ങി. അതിനുശേഷം ഇന്ത്യയുടെ പഴയ നാണയങ്ങൾ, ബ്രിട്ടീഷുകാരെ കാലത്തുള്ളത്, അതുപോലെ നമ്മുടെ പോർച്ചുഗീസ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, ഡച്ച് ഇന്ത്യ, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് കോയിൻസുകളായ കൊച്ചി, തിരുവിതാംകൂർ, അതുപോലെയുള്ള മറ്റ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ നാട്ടുരാജ്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് നാണയങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കളക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ തൃശ്ശൂർ ഫിലാറ്റലിക് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് 91 എടുത്തതിന് ശേഷമാണ് കളക്ഷൻ ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എക്സിബിഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ നാണയങ്ങളിൽ 1978 അർജന്റീന, 82 സ്പെയിൻ, 90 ഇറ്റലി, 2006 ജർമ്മനി, 2018 റഷ്യ, 2022 ഖത്തർ വരെയുള്ള നാണയങ്ങൾ ശേഖരത്തിലുണ്ട്. പ്രകൃതി സ്നേഹി കൂടിയായ ജിൻസ് തന്റെ 2.5 ഏക്കർ ഭൂമിയിൽ സ്വാഭാവിക വനവൽക്കരണത്തിലും സംരക്ഷണത്തിലും അതീവ ശ്രദ്ധാലുവാണ്. TCV ന്യൂസ്, തൃപ്രയാർ. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ പ്രസിഡന്റ് കളത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KB സുധ, വാർഡ് മെമ്പർ ലീന ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കുടുംബശ്രീ സംഗമം സംഘടിപ്പിച്ചു. അഭിനേതാക്കളായ കലാഭവൻ ജോഷി, സൂര്യ, സജു ചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസി, ജില്ലാ പഞ്ചായത്ത് അംഗം CB ഷക്കീല, ജില്ലാ കുടുംബശ്രീ കോർഡിനേറ്റർ അഭിഷേക് ദീപക്, KR വിജയ, സോണിയ ഗിരി തുടങ്ങിയവർ സംസാരിച്ചു.
സമൂഹത്തിന് കുടുംബത്തിനും സമൂഹത്തിനും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചാലക്കുടി നഗരസഭ അനുമോദിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ ലിജി ജോജി, ആനി പോൾ, OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, ജിയോ കിഴക്കുംതല, റോട്ടറി ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സാജു പാത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണത്തിനായി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടിയും വിതരണം ചെയ്തു. നാമജപ സമിതിയുടെ നേതൃത്വത്തിലാണ് പത്തിലക്കറിയും കനകപ്പൊടിയും തയ്യാറാക്കിയത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി രാധാകൃഷ്ണൻ, ഗജാഞ്ചി K കേശവൻ, ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനവും റീജിയണൽ ഓഫീസ് ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. ജില്ലാ സമ്മേളനം രാവിലെ 10 മണിക്ക് പെരുമ്പിലാവിൽ നടക്കും. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. താലൂക്ക് പ്രസിഡന്റ് CP ജോസ്, സെക്രട്ടറി CK ശോഭി, ട്രഷറർ എഡ്വി ജോസ്, വൈസ് പ്രസിഡന്റ് രാജൻ PS, രക്ഷാധികാരി NA രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവർട്ടി പൂവത്തൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. പാലക്കാട് സ്വദേശി 50 വയസ്സുള്ള പ്രേമനാണ് മരിച്ചത്. പൂവത്തൂരിലെ പാച്ച് വർക്ക് സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചിയിൽ ഭൂചലനമുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ഭൗമശാസ്ത്ര പഠനം നടത്തണമെന്ന് പാണഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി. തുടർ ചലനത്തിന്റെ കാരണം കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും ആവശ്യം. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി പരത്തി കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. ശാന്ത സ്വഭാവമുള്ള ഏഴാറ്റുമുഖം ഗണപതി പാലപ്പള്ളിയിലെത്തിയപ്പോൾ ആക്രമണ പ്രവണത കാണിക്കുന്നതായി നാട്ടുകാർ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു. ശ്രീകോവിൽ കുത്തി തുറക്കാനും ശ്രമം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഭരണകക്ഷിയായ LDF-ന് തലവേദനയാകുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ BJPക്ക് ലഭിച്ചതിൽ LDF-ൽ ആശയക്കുഴപ്പം. കാഞ്ഞിരക്കോട് മിനി നഗറിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.